എൻ്റെ ചാനൽ മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഓണാഘോഷം അതിഗംഭീരമാക്കി. കുട്ടികളാണ് പൂക്കൾ ഒരുക്കിയത്. നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. എല്ലാവരും ചേർന്ന് പൂവിട്ടു. നല്ല ഒരു സദ്യയും എല്ലായി ഓണം ഇപ്രാവശ്യം അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. ടെറസിൻ്റെ മുകളിലാണ് എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്തത്. ചെറിയൊരു ഫ്ലാറ്റാണ്, 12 വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ. 12 ഫ്ലാറ്റിൽ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ മുൻപ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പൂവിട്ട ശേഷം എല്ലാവരും വിളക്ക് കൊളുത്തി ഓണാഘോഷം ആരംഭിച്ചു. ഞങ്ങളുടെ ഓണാഘോഷം അത്തത്തിൻ്റെ അന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തത്. ഓണത്തിൻ്റെ പർച്ചേസിങ്ങും എല്ലാവരും കുറച്ച് തിരക്കിലായിരുന്നു. ചെറിയൊരു മീറ്റിങ്ങും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം ആയിട്ട് ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ വളരെ ഭംഗിയായി കൊണ്ടാടി. ഓണത്തിൻ്റെ ലീവൊക്കെ വന്നാൽ എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് വേഗം തന്നെ ഓണം സെലിബ്രേഷൻ നടത്താമെന്ന് വിചാരിച്ചു. ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നത്. 10th +2 ഒക്കെ മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. 12 ഫ്ലാറ്റിൽ ലക്കി ഫ്ലാറ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഫ്ലാറ്റിനാണ് പ്രൈസ് കിട്ടിയത്. ഞാനും ഹസ്ബൻഡും കൂടി ആ പ്രൈസ് വാങ്ങിച്ചു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫോട്ടോ സെക്ഷനായിരുന്നു. എല്ലാവരും ചേർന്ന് ഫോട്ടോസ് എടുത്തു. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ ഫോട്ടോയിലൊന്നും നിൽക്കാൻ വലിയ മൂടുണ്ടാവില്ല. അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ എല്ലാ ഫോട്ടോസും എടുത്തു. കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഫാമിലി ആയിട്ട് ചേർന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിൽ ചെറിയ കുട്ടികൾ കുറവാണ് കേട്ടോ. 2-3 ചെറിയ കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടിപൊളി ഒരു സദ്യയായിരുന്നു. കോഴിക്കോട് രുചി ഹോട്ടലാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഊണിൻ്റെ ഒന്നിച്ച് പാലട പായസം ഉണ്ടായിരുന്നത്. ചെറുപയർ പായസം ആ ഫ്ലാറ്റിലെ കുറച്ച് പേര് ചേർന്നുണ്ടാക്കി. എല്ലാവരും ചേർന്ന് വിളമ്പിയ ശേഷം ചോറും കൂടി വിളമ്പിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നു. 3-4 പേര് ഇപ്പോൾ ഇരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞു. എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് വിളമ്പി കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് രസം, സാമ്പാർ, പായസം ഇതൊക്കെ അവർ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വിളമ്പി തന്നു. ഞങ്ങളെല്ലാം ഫുഡ് കഴിഞ്ഞ ശേഷം പിന്നെ അവർക്ക് ഞങ്ങൾ ഫുഡ് വിളമ്പി കൊടുത്തു. എല്ലാവരും ചേർന്ന് അവർക്ക് ആവശ്യത്തിന് ഫുഡ് വിളമ്പി. നല്ലൊരു ഓണാഘോഷം തന്നെയായിരുന്നു. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരുമയോടെ എല്ലാം ചെയ്യാന്നുള്ളതാണല്ലോ. ഈ ഫ്ലാറ്റിൽ 10-12 പേരെ താമസിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യത്തിലും ഒന്നിച്ച് യോജിച്ച് പോകാറുണ്ട്. അത് വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഇവിടെ വാടകക്കാർ കുറച്ചാണ് താമസിക്കുന്നത്. ഓണേഴ്സാണ് അധികം പേരും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും നല്ല താല്പര്യമാണ്. ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾക്ക് വിളമ്പി തന്നവർക്ക് വേണ്ടി ഞങ്ങളും എല്ലാവരും ചേർന്ന് വിളമ്പി കൊടുത്തു. ഇവിടെ ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ട കാരണം നല്ല സൗകര്യമാണ് ടെറസിൻ്റെ മുകളിൽ എന്ത് പ്രോഗ്രാം നടത്താനും. കുട്ടികളുടെ ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ പാട്ടിന് കോപ്പിറൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡാൻസിന് ശേഷം ബോൾ പാസിങ് ഗെയിമായിരുന്നു. ഗെയിം കപ്സ് വെച്ചിട്ടുള്ളതായിരുന്നു. എത്ര മിനിറ്റ് കൊണ്ട് എത്ര കപ്പ് വയ്ക്കും, എത്ര പെട്ടെന്ന് അത് മുഴുവൻ എടുത്ത് വയ്ക്കും എന്നുള്ളൊരു ഗെയിമായിരുന്നു. അതും കൂടി കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് ഡാൻസ് എല്ലാം കളിച്ചു. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. വീണ്ടും കാണാം. ഹാപ്പി ഓണം എല്ലാവർക്കും.